കഴിച്ചിട്ട് വരാം. ഡേറി ഫസ്ന സിമ്പിൾ ആയിട്ട് നീ കല്യാണം നടത്തണം എന്ന് തീരുമാനിച്ചതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഇതായിരുന്നില്ല ഞങ്ങള് പ്ലാൻ ചെയ്തതും ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ. ഗൈസ് ഇവര് ഞങ്ങളെ നൈസായിട്ട് പുറത്താക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. സുമയ്യ മനാഫിനെ എന്റെ നിയമാനുസൃത ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. അപ്പോ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. വേറെ ഒന്നല്ല, എൻ്റെ സ്വന്തം ഫ്രണ്ടായിട്ടുള്ള സുമി ഞങ്ങളുടെ കൂടെ എത്ര വർഷമായി, ഏകദേശം ഒരു 5-6 വർഷമായി കാണും ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അപ്പൊ നമ്മുടെ സുമിയുടെ രജിസ്റ്റർ മാരേജ് ആണ്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഭയങ്കര ആർഭാടായിട്ട് കല്യാണമൊന്നും നടത്തണ്ട, രജിസ്റ്റർ മാരേജ് മാത്രം ചെയ്താൽ മതി. ഒരു മിനിറ്റ് നെയ്സ് ഓർമ്മിക്കട്ടെ. രജിസ്റ്റർ മാരേജ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഇന്നാണുള്ള കല്യാണം എന്നുള്ളത് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിങ്ങനെ ഇരിക്കാമല്ലോ. അപ്പം എന്താ പറയാ, മടി പിടിച്ചൊക്കെ ഇങ്ങനെ ഇപ്പൊ ഭയങ്കര ഒരു മടിയുടെ കാലമാണ്, മടി പിടിച്ചിരിക്കുക. ബൈ ഗൈസ് നോക്കൂ, ഞാൻ എൻ്റെ മുടി ഹെയർ ബോട്ടോക്സ് ചെയ്തു. ആക്ച്വലി എനിക്കിത് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും എന്നുള്ള അറിയില്ലായിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും കിടക്കാന്ന് അറിയില്ല. എൻ്റെ മുടി നിങ്ങൾ കണ്ടിട്ടില്ല, അപ്പോൾ ഇങ്ങനെ വളഞ്ഞായിരിക്കുക. ഇതിപ്പോ ഒരു മാതിരി മറ്റപ്പടത്തിലെ സിലികുമാനപ്പടി അതുപോലെ ഉണ്ട്. അങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണേ. നോക്കുക ഗൈസ്, എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, ബോറൊന്നും ഇല്ലായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ ഞാൻ ആക്ച്വലി ഇവളെ കല്യാണം മറന്നു പോയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനല്ല, എൻ്റെ +2 പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് കുറെ നാളായി കൂടണം കുറെ നാളായില്ലേ കണ്ടിട്ട് എന്നൊക്കെ പറയണേ. അങ്ങനെ അപ്പൊ ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് കഴിച്ച് ഞാൻ നാളെ ഫ്രീ ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കൂടിയാലോ, പക്ഷെ മീൻസ് ഇന്ന് കൂടിയാലോ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പല ആൾക്കാർക്കും ജോലിയുള്ളവരാണ്, ജോലിയൊക്കെ മാറ്റി വെച്ചാൽ അവര് എല്ലാം സെറ്റ് ചെയ്ത് നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്, ഇതിപ്പോ ഞാൻ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടിന്റെ കാറില്ല, അവളെ വീട്ടിൽ പോയി അവളെ കൊച്ചിനെയും കാറൊക്കെ ആയിട്ട് വന്ന് അവളെ അമ്മയുടെ വീട്ടിലാക്കിയിട്ട് നിന്നു. അപ്പോഴാണ് എനിക്കൊരു മെസ്സേജ് വരുന്നത്, നാളത്തെ രജിസ്റ്റർ മാരേജിന് പോണ സ്ഥലത്തിന്റെ ലൊക്കേഷൻ എനിക്ക് സുമിയിട്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ച, പഠിച്ചോനെ നാളെയാണല്ലോ സുമിയുടെ കല്യാണം, ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം ഇവരിപ്പോൾ ഓൾറെഡി ലീവൊക്കെ എടുത്ത് സെറ്റായിരിക്കുക. അപ്പം എനിക്ക് അവരെ മീറ്റ് ചെയ്യണം, സുമിയുടെ രജിസ്റ്റർ മാരേജിനും പോകണം, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടി ഇന്ന് എന്താകും എങ്ങനെയാകും എന്നൊന്നും എനിക്കൊരു പിടിയില്ല. അപ്പം ഞാൻ ഇവിടെ ചെന്നാൽ പിന്നെ ഒരു വ്ളോഗ് ആവാം, കുറേ നാളായില്ലേ ഒരു വ്ളോഗൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഒരു വ്ളോഗ് ആവാം എന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്, കുറേ പേര് ഭയങ്കര സപ്പോർട്ടീവാണ്, പിന്നെ നെഗറ്റീവ് കമൻസ് ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ വേണം, എന്നാലേ ഒരു പഞ്ചുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടറിയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയി വേഗം എവിടെയും പോകുന്നു വേണ്ട, തൊട്ട് താഴെ സബ്സ്ക്രൈബ് ഉണ്ട്, അവിടെ കൊണ്ട് നിൽക്കുക, ബെൽ ബട്ടൺ കുത്തിപ്പൊട്ടിക്കുക. അപ്പം ഇതൊക്കെ ചെയ്യുക. പിന്നെന്താ, സജഷൻസ് പോകുന്നുണ്ടേ, ഇനി ഒരുപാട് സജഷൻസ് പോകണം. നമ്മൾ പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ കണ്ടറിയാം, ആരൊക്കെ കാറിൽ കയറും, എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെയാന്നുള്ളത് കണ്ടറിയാം. അപ്പം ഫസ്റ്റ് തിങ് നമുക്ക് പോയിട്ട് വർഷനെ പിക്ക് ചെയ്യണം, അതായത് എൻ്റെ +2 ഫ്രണ്ടാണ്, അവളൊന്ന് പിക്ക് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ ബൈ ഗൈസ്. അങ്ങനെ നമ്മുടെ വർഷ ജോയിൻ ചെയ്തിരിക്കുകയാണ്. വർഷ പോലെ നമ്മള് എന്തൊക്കെയാ പരിപാടി വല്ല പോകുന്നുണ്ടോ? നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യും. എനിക്കെന്താ പരിപാടി വേറെ അതല്ലാതെ. അപ്പൊ ഞങ്ങൾ ഇനി ഫാത്തിമാനെ കൂടി പിക്ക് ചെയ്യണം, അവിടെ ഒന്ന് വിളിച്ചോ. ഓക്കെ ഗൈസ്, ശരി. ഗൈസ്, ഫാത്തിമ, ഇതാണ് ഫാത്തിമ, ഇത് വർഷ. ആക്ച്വലി ഞങ്ങൾ 3 പേരായിരുന്നു +2. എന്റെ ഗ്യാങ്ങുകളില് 1 ഓഫ് ദി ഗ്യാങ്, അങ്ങനെ വേണം പറയാൻ അല്ലേ? എന്റെ ഗ്യാങ്ങുകളില് 1 ഓഫ് ദി ഗ്യാങ് ആയിരുന്നു ഞങ്ങൾ 3 പേരും. പിന്നെ സുമി പിന്നീടാന്ന് തോന്നണല്ലേ നമ്മുടെ ഗ്യാങ്ങിലേക്ക് വന്നത്. അങ്ങനെ എനിക്കൊരു +2 എനിക്ക് കുറെ ഗ്യാങ് ഉണ്ട് കൈസ്. ഓരോ ഗ്യാങ്ങിനെ സീനിയേഴ്സ് അതിന്റെ ഇടയിൽ ഒരു മെസ്സേജ് വന്നത് അങ്ങനെ. അപ്പൊ എനിക്ക് കുറെ ഗ്യാങ് ഉണ്ടായിരുന്നു ഞാൻ +1 +2 പഠിച്ചപ്പോ. അപ്പൊ അതില് 1 ഓഫ് ദി ഗ്യാങ് ആണ്. ഇനി ഇത് നമ്മുടെ കൂട്ടത്തിൽ ഇനി ഒരാളും കൂടി ജോയിൻ ചെയ്യാനുണ്ട്, ഫസ്ന. ആക്ച്വലി ഞങ്ങളുടെ കൂടെ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതല്ല, പക്ഷെ ഇവര് ഒരുമിച്ച് 10th വരെ പഠിച്ചതാ. അവരുടെ ഫ്രണ്ടാണ് ഫസ്ന. അങ്ങനെ എന്റെയും കൂടി ഫ്രണ്ടായി മാറിയതാണ്. അപ്പൊ ഇനി നമുക്ക് ഫസ്നേനെ കൂടി പിക്ക് ചെയ്തിട്ട് കാണാം. ഓക്കെ
യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ അടുത്ത ആളും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഫസ്ന. ഹായ് ഫസ്ന. ഹായ്. പോവാ എന്താ എത്ര നാളായി കണ്ടിട്ട്? എല്ലാവർക്കും ചമ്മല് നാണൊക്കെ. എന്തിനാ ഈ നാണം? നേരത്തെ പറയായിരുന്നില്ലേക്ക്, അല്ലെങ്കിൽ കയറില്ല. എന്താ നിനക്ക് സുഖാണ്? ഒരു ഹായ് പറ ടീമിനോട്. ഗൈസ്, ഇപ്പൊ ഞങ്ങളിപ്പോ 4 പേരായിട്ടുണ്ട്. ഇനി സൂമിയും കൂടി വരാണ്ട്. അതിന് മുന്നേ 1 മിനിറ്റ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സുമി മോളും കൂടി ജോയിൻ ചെയ്യാണ്ട്. പക്ഷെ സുമീന് ഇപ്പൊ നല്ല രീതിയിൽ ഒന്ന് എന്താണ് സുമി വരാപ്പുഴന്ന് ഇടപ്പള്ളിയിലേക്ക് ബസ് കയറാൻ നിൽക്കുക. പക്ഷെ ഞങ്ങളിപ്പോ കളമശ്ശേരി ഉണ്ട്. കളമശ്ശേരി ഞങ്ങൾക്ക് കാക്കനാട് പോകണം. 11 മണിക്ക് കാക്കനാട് എത്തണം. അപ്പൊ ഞങ്ങളിപ്പോ ഒരു പ്രതിസന്ധിയിലാണ്. സുമിനെ വെയിറ്റ് ചെയ്യണോ കാക്കനാട് പോകണോ? സുമിനെ വെയിറ്റ് ചെയ്യണോ കാക്കനാട്? അപ്പൊ ആ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. ഇനി നമുക്ക് ഈ ബാക്കി വിശേഷങ്ങളൊക്കെ ആ തീരുമാനം ആക്കിയിട്ട് കാണാം. ഇപ്പൊ ഫസ്റ്റിനെ വന്ന സന്തോഷത്തിൽ ഞാൻ ഫസ്റ്റിനെ ഒരു വീഡിയോ എടുക്കാം. നിങ്ങളൊന്നും കാണണല്ലോ ഫാത്തിമ. വർഷ പറ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നീ എങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയത്? പ്ലസ് 1 വെച്ചിട്ട് ഒരുമിച്ച് വീട്ടിൽ വന്ന് അങ്ങനെ ഫ്രണ്ട്സായി. എല്ലാരും എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിക്കണം. എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഈ കാര്യത്തിലൊന്നും തീരുമാനം എടുത്തിട്ട് തിരിച്ചു വരുന്നതാണ് ഗൈസ്. അല്ലെങ്കിൽ സുമി എന്നെ ടാട്ടും. ഓക്കെ ശരി, ബൈ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധ്യത. ഗൈസ്, ക്യാമറ വരുമ്പോ ഇവർക്കൊന്നും സംസാരിക്കാനില്ല. ക്യാമറ കൂടെ മാറ്റിയപ്പോണ്ടല്ലേ ചിരിച്ചിരിച്ചിട്ട് ഒരു വഴിയാ. അവള് പറയാ ഇവളുടെ ഭാഗം ആദ്യം എടുത്തത് ഒന്ന് മാറ്റി എഡിറ്റ് ചെയ്യണമെന്ന്. പിന്നെ വെച്ചാൽ എന്താ കാരണം എന്ന് വെച്ചപ്പോ അവള് പറയാ ഞാൻ മര്യാദക്ക് പെർഫോം ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ. ഇനി നിന്റെ ചാൻസ് ആണ് പെർഫോം ചെയ്യാനായിട്ടുള്ള. ഫസ്റ്റ് നീ പെർഫോം ചെയ്യും. അതെ, ഓരോ സാഹചര്യങ്ങൾ ഓരോ ടോപ്പിക്കുകൾ വരുമ്പോഴല്ലേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ഞങ്ങളിപ്പോ സുമിനെ വിളിച്ചു. നല്ല ആട്ട് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചെവിയൊക്കെ അടിച്ചേ. അതുപോലെ അവൾ എന്നെ ചിത്രം റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ആദ്യമേ ഇവരോട് പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ലൈക്ക് എൻ്റെ ഫ്രണ്ടിന്റെ രജിസ്റ്റർ മാരേജിന്റെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു ഗൈസ്. എൻ്റെ ഓർമ്മകൾ ബോധം പലതും എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അങ്ങനെയല്ല, എന്നാലും ഓർമ്മയൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ആ ഡേറ്റ് മറന്നു. എന്നിട്ട് ഞാൻ ഇവരോട് ഇന്ന് ട്രിപ്പ് ഇങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ സുമി ഇന്ന് തിരിച്ച് ദുബായിക്ക് പോവാണ്. അവളവിടെ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവള് ഇന്ന് വൈകുന്നേരം പോകും. എന്നിട്ട് അവള് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ വരാപ്പുഴേന്ന് ഇടപ്പള്ളി വരാൻ പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്യാൻ, എൻ്റെ ഓരോരോ ലീലാവിലാസങ്ങളെ മറന്നു പോകുന്നത് എൻ്റെ കുറ്റാണോ? നിങ്ങൾ പറയൂ, എൻ്റെ കുറ്റാണോ? എൻ്റെ കുറ്റമല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് ശരിയാ. ഞാൻ ഇവരുടെ കൂടെ എപ്പോ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ ഇതുപോലെ എന്തെങ്കിലും നൂലാമാല നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ല, ആ സാധനം വരും. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഞാൻ മാത്രമേ പെർഫോം ചെയ്യണുള്ളൂ, നീ ഒന്നും പെർഫോം ചെയ്യണില്ല. ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്താലോ എന്നുള്ള പ്ലാൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫ്രണ്ട്സിനെ കിട്ടി അപ്പൊ എന്തെങ്കിലും ചലഞ്ച് ചെയ്യണമല്ലോ. യെസ്, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവർക്കും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യണ്ടേ. അതുകൊണ്ട് അപ്പൊ ഞങ്ങളിപ്പോ 10 മണിയായി. ഞങ്ങൾ നേരെ രജിസ്റ്റർ ഓഫീസിൽ പോകാൻ പോവാണ്. ഇനി സുമി എന്താവും എങ്ങനെയാവുന്നൊന്നും ഒരു പിടുത്തില്ല. നല്ല ചിത്ത കേട്ടു ഓൾറെഡി. ഇനി നേരിട്ട് കാണുമെന്ന് അറിയില്ല അല്ലേ? നിങ്ങൾ എന്തിനും പറ. അപ്പൊ ഞങ്ങൾ നെക്സ്റ്റ് രജിസ്റ്റർ ഓഫീസ് ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി രജിസ്റ്റർ ഓഫീസിലെത്തി. നമ്മുടെ ചെറുക്കനും പെണ്ണും മാത്രം ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം എത്തി. ഉറക്കത്തിൽ കിടന്ന് നമ്മുടെ ഷെറിൻകുട്ടൻ വരെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഉറക്കത്തിൽ നിന്ന്. അല്ലേ, നമ്മളോട് എത്ര മണിന്നാണ് അവള് പറഞ്ഞത്? 11 മണിക്കാണ് അവള് കല്യാണം പറഞ്ഞത്. എന്നിട്ട് ഞാൻ 11 മണിക്ക് ഞാൻ അവളെ വിളിച്ചപ്പോ പറഞ്ഞിട്ട് ഇറങ്ങണത് ഇപ്പോഴൊന്നും ഇറങ്ങൂലേ നീ. അതെ, അത് വേറെ കാര്യം. എല്ലാരും എന്ത് ചെയ്യാനാ. പക്ഷെ എൻ്റെ ഈ ഫ്രണ്ട്സ്, ഇവരോട് ഞാൻ എന്ത് പറയും? ഇവരെയും പോസ്റ്റാക്കി, ഞാനും പോസ്റ്റായി. ഒന്നും പറയാനില്ല ഗൈസ്. ഓണായ അപ്പൊ അങ്ങനെ നമ്മള് എല്ലാരും വിശന്നിരിക്കുക കാരണം നമ്മളൊരു ചായയും പഴംപൊരിയും കഴിക്കാന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി.
കഴിക്കുന്നില്ല. എന്തായാലും കല്യാണ പെണ്ണും ചെറുക്കനും ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. യെസ് ഗൈസ്, അങ്ങനെ ഇതാ സമയം എത്രയായി? 11:30 മണിക്ക്. ഇതാണ് അപ്പൊ നമ്മുടെ കല്യാണ പെണ്ണ്. ഒഫീഷ്യലി അപ്പൊ നിങ്ങൾ ഇനി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാൻ പോവുകയാണ്. അതെ, ഒഫീഷ്യലി അൺഒഫീഷ്യൽ അതെ, അൺഒഫീഷ്യൽ ഒഫീഷ്യൽ ആക്കാൻ പോകുന്നത്. ലുക്ക് ആയിട്ടുണ്ടല്ലോ. അടിപൊളി അടിപൊളി അടിപൊളി, സിമ്പിൾ ആൻഡ് ഹംബിൾ. അപ്പൊ ഇതാണ് ഇവരുടെ കൊച്ച്. ബൂവാണ് ബൂ. അയ്യോ ഡ്രസ് നോക്കട്ടെ. എടാ പോലെടാ, എടാ പോട. ഹായ്, ഹലോ ഹായ്, ഹലോ ഒന്ന് നോക്കോ? ഹലോ നോക്കുന്നില്ല, ഒന്ന് പിടിച്ചേ. യെസ് യെസ് ഗൈസ്, അപ്പോൾ ഒഫീഷ്യലി ഇതാണ് നമ്മുടെ സുമിയുടെയും ഹർഷിയുടെയും ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുള്ളൂ ഈ ഒരു രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ മാരേജിന് ഇവരുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ സുമി, അപ്പൊ ഇത്രയും എന്താ പറയാ സിമ്പിൾ ആയിട്ട് നീ കല്യാണം നടത്തണം എന്ന് തീരുമാനിച്ചതിന്റെ ആവശ്യമുള്ളൂ. ഇതേ ആവശ്യമുള്ളൂ. കല്യാണം കഴിക്കാൻ ലക്ഷങ്ങൾ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന്റെ ആവശ്യം എന്തുകൊണ്ട് ഇത്രയും സിമ്പിൾ ആക്കി രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം? ആവശ്യമുണ്ടോ? അവനും BMW. എന്തായാലും നിങ്ങളുടെ ഈ ഒരു തീരുമാനം കുറെ പേർക്ക് ഒരു മാതൃകയാവട്ടെ, കാരണം നല്ലൊരു തീരുമാനമാണ് എടുത്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഫനേജിൽ പോയിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടുകാർക്കല്ല ഭക്ഷണം വിളമ്പി കുറ്റം നമ്മുടെ കുറ്റം പറയുന്ന ആൾക്കാർക്കല്ല നമുക്ക് ഫുഡ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ അർഹതപ്പെട്ട അവർക്കാണ് സ്പെഷ്യൽ ഒപ്പിട്ടിട്ട് വരാം. ഇത് കഴിഞ്ഞിട്ട് ഓർഫനേജിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ വളരെ മികച്ചൊരു തീരുമാനം. പ്രൗഡ് ഓഫ് യു മൈ ഡിയർ ഫ്രണ്ട്. പ്രൗഡ് ഓഫ് യു. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി പോവാണ്. അവർ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. ഞാനും ഫസ്റ്റ് ടൈമാണ് രജിസ്റ്റർ ഓഫീസിൽ കയറുന്നതും കല്യാണം നടത്താൻ കൂട്ടു നിൽക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടറിയാക്കാൻ പറ്റും. ഹായ് സിറു, പാർട്ട്ണർ. അപ്പൊ ഇത് നമ്മുടെ കല്യാണ ചെറുക്കന്റെ പാർട്ട്ണറാണ്, ബിസിനസ് പാർട്ട്ണറാണ്. ഇവരൊക്കെയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. കമാ. യെസ്, അപ്പോൾ നമ്മൾ ഒഫീഷ്യലി അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. അവിടെ ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കണ്ടറിയാം. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. സുമിക്കൊട്ട് ടെൻഷനില്ല കേട്ടോ, ടെൻഷനേ ഇല്ല. എത്ര പേരെ കയറ്റും എന്ന് എനിക്കൊരു പിടിയില്ല. ചിലപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വരും. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ID പ്രൂഫ്, സാക്ഷി ഒപ്പിടുന്ന സാക്ഷിക്കാരുടെ ID പ്രൂഫ് അല്ലേ വേണ്ടേ? സാക്ഷിക്കാരുടെ ID പ്രൂഫ് കോപ്പി. ശരി, നമുക്ക് ഇപ്പുറം നിന്നാല് പിടിക്കാം. ആവശ്യമുള്ളത് മാത്രം എടുക്കും. ഞാൻ പേന കൂടി ചോദിക്കാം. ഗൈസ്, ഇവര് ഞങ്ങളെ നൈസായിട്ട് പുറത്താക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. സാക്ഷികളും പെണ്ണും ചെറുക്കനും മാത്രം മതി. അപ്പം ഞങ്ങൾ പക്ഷെ നിൽക്കും ഗൈസ്. അപ്പോൾ അവർ ഫോമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം സാക്ഷികളുടെ ആധാർ പ്രൂഫും കാര്യങ്ങളും ഒക്കെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇവരെ മാതൃകയാക്കും. അങ്ങനെയല്ല, കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുറേ നൂലാമാലകളൊക്കെ ഉണ്ട് ഇല്ലേ സുമി? ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതാണ് ആദ്യം ചെയ്തത്. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൺലൈനിൽ പോയിട്ട് അപ്ലൈ ചെയ്തു. അത് 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ വരും. ഇവിടെ വന്ന് കഴിയുമ്പോഴേക്കും അവർ നമ്മുടെ പ്രൂഫൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യും. ഒരു ഫീസും കാര്യങ്ങളൊക്കെ ഒരു 110 രൂപ ഫീസ് മാത്രമേ ഉള്ളൂ രജിസ്റ്റർ ഓഫീസിൽ. ഞങ്ങൾക്ക് ഡ്രസ്സും എല്ലാ സാധനവും എടുത്ത് ഒരു എന്താ പറയുക
ലൈക്ക് ഞങ്ങൾ ഓർഫനേജിൽ ഫുഡ് കഴിക്കുന്നുണ്ട്, അപ്പോൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ഞങ്ങളുടെ കല്യാണത്തിന് അറൗണ്ട് ആയത് ഒരു 30,000 രൂപയാണ്. ഗുഡ് ജോബ്. അതാണ് ഞങ്ങളുടെ ഒരു കല്യാണത്തിൻ്റെ. സെൽഫ് മേക്കപ്പ് അല്ലേ? അതെ, മേക്കപ്പ് ഞാൻ, സാരി സെലക്ഷൻ ഞാൻ, സ്റ്റൈലിസ്റ്റ് എല്ലാം ഞാൻ തന്നെ. ഞാൻ തന്നെ. അല്ല, സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആരെയും നോക്കിയിട്ട് അത് നീയാണോ? നീ തന്നെയാണോ? അല്ല, ഞാൻ തന്നെ. എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ ഒറ്റക്കാണ് ചെയ്തത് ഗൈസ്. ഒരാളെയും ഞങ്ങൾ വിളിച്ചില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് അർഷി ഞാനും കൂടി പോയിട്ടാണ് എല്ലാം ചെയ്തത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്ഡേറ്റ്സ് ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. റസ്മിന് ഷെയർ ചെയ്തില്ലെന്നാണ് പറയണേ. എനിക്കറിയാൻ പാടില്ല സാറേ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അല്ല, ഗ്രൂപ്പിൽ ഇവര് ഡ്രസ് കോഡ് ഓഫ് ആയിട്ട് പറഞ്ഞത് ഞാൻ അറിഞ്ഞത്. ഈ ഷെറിനെ വിളിച്ചാണ് പച്ച. അത് വേറെ കാര്യം. ഒരു ഇവള് ആദ്യം രജിസ്റ്റർ ഓഫീസിൽ കല്യാണം ഇന്ന ഡേറ്റ് ആണെന്ന് വിളിച്ചു പറയുന്നത് തന്നെയാണ്. അതാ എന്നോട് കൂടി അവള് പറയണ്ടേ ഓഫ് വൈറ്റ് ആണ് തീമെന്ന്. സെലിബ്രേറ്റ് അല്ലേ, കുറച്ച് സ്പെഷ്യലായിട്ട് വരണ്ട. അതുകൊണ്ടാണ് ഞാൻ തീം പറയാൻ. റസ്മിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ഡ്രസ്സ്. അപ്പം എന്തായാലും പൊളിച്ചാൽ വരുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ വിശ്വാസം ശരി. എന്നാ നമുക്കെന്നാ ഇതിനെക്കുറിച്ച് വല്ല ബോധമില്ലല്ലോ. എനിക്ക് തോന്നുന്നു സാക്ഷി ഒപ്പിടുന്ന ഫോമാണെന്ന്. യെസ്. അപ്പോൾ അർഷി ആരാണ് ഒന്നാം സാക്ഷി? ഒന്നാം സാക്ഷി ഉത്തമ സുഹൃത്തും ആയ സിറാജും ബുദ്ധിയങ്ങളും ദേവിനീഷും 3 സാക്ഷികളാണ്. മൂന്നാമത്തെ ആളാണ്. വീഡിയോ കോൾ ചെയ്തില്ലല്ലേ? എന്താ അവസ്ഥ? ടെൻഷൻ. ആ ടെൻഷൻ കാണും. പേര് മാറിപ്പോയോ? സുമയ PM ID കാർഡില് സുമയ മനാഫ് എന്നായി പോയി. സുമി സൂക്ഷിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. ഇപ്പൊ രണ്ടാമത് എഴുതാണോ? രണ്ടാമത് എഴുതാണ്. ടെൻഷൻ ഉണ്ടോ? ഇല്ല. ടെൻഷൻ അത് പൊയ്ക്കാതെ തെറ്റിക്കല്ലേ. അല്ലടാ, നല്ല താമരയൊക്കെയാണല്ലേ കാതില്. താമരകൾ മിന്നുന്നു. അടിപൊളി. അങ്ങനെ നമ്മുടെ സുമിയുടെ കല്യാണത്തിന് ഞങ്ങൾ സാക്ഷിയാവുകയാണ് ഗൈസ്. സാക്ഷിയാവുകയാണ്. എല്ലാം ഉണ്ടോ? ഒന്നാം സാക്ഷി തെറ്റിക്കാതെ എഴുതണം. ഇനി പേപ്പറില്ല. തെറ്റിയാൽ നമ്മൾ ഒന്നും നോക്കില്ല, പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. ഒന്നാം സാക്ഷി ഒപ്പിടുകയാണ്. അല്ല, നമ്മൾ കൈയടിച്ചില്ലല്ലോ നിങ്ങൾ സൈൻ ചെയ്യുന്ന സമയത്ത്? ആയിട്ടില്ല. ഓക്കെ, ഒന്നും പറഞ്ഞില്ല. അത് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോഴല്ലേ? ഇത് ഫോം ഫില്ല് ചെയ്യാനാണ്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് അറിയാത്ത. അപ്പോൾ ഗൈസ് തെറ്റിദ്ധരിക്കുക. ഈ ഫോമിൽ സൈൻ ചെയ്താൽ അവരുടെ കല്യാണം കഴിഞ്ഞെന്നല്ല, അവിടെ രജിസ്റ്ററിലും കൂടി ഒപ്പിടണം. എന്നോടാണോ? എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പ ദിസ് ഇസ് നൈസ്. നല്ല പിക്ക്. രണ്ടാം സാക്ഷി എത്തിയിരിക്കുകയാണ്. എനിക്കല്ലേ? അപ്പൊ ശരി, ഞാൻ ഒന്ന് ബ്ലോഗ് അവസാനിപ്പിക്കട്ടെ. ഓക്കെ, ബൈ. ഇതൊക്കെ അപ്പോൾ നമ്മുടെ മൂന്നാം സാക്ഷിയും കൂടി എത്തിയിരിക്കുകയാണ്. റിബിയങ്ങളാണ്. ഓക്കെ, സുമി ഞങ്ങൾ പുറത്താക്കിയടി. ഞങ്ങൾ അവിടെ ബാക്കിൽ നിന്ന് കാണാം. അല്ല, ഞങ്ങൾ അവിടെ നിന്ന് കാണാം. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പുറത്താക്കി കേസ്. ഇതാണ് നോട്ടീസ്. 1 മാസം മുന്നേ നമ്മളെന്താണ് നോട്ടീസ് ഷെറിന് ഒഫീഷ്യലായിട്ട് തൂക്കിയിട്ടേക്കുന്ന ആ നോട്ടീസ് എടുക്കുന്നത് ആ കാഴ്ചകളാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. ദേ വന്നു നമ്മുടെ ചെറുക്കനും പെണ്ണും. ഓക്കെ, ഇത് 1 മന്ത് മുന്നേ അവരിടുന്നല്ലേ നോട്ടീസിൽ?
അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അർഷ്യനല്ലേ നോക്കട്ടെ ആ ഫോട്ടോ കണ്ടിട്ട്. അത് രജിതായോ? എടാ ഇവര് എന്താ ഉദ്ദേശിക്കണേ? മാറിപ്പോയോ? ഇത് സുമിയല്ലേ? പേര് വേറെ ഇട്ടേക്കണേ. അതല്ലപ്പ ഇത് സീലാണ്. ഈ ഫോട്ടോയുടെ മേലെ ഈ ഓഫീസേഴ്സിന്റെ സീലാണ്, കണ്ടോ? അർഷിയാണത്, അർഷിയുടെ പഴയ കോലമാണത്. യെസ്. ശരണേ വേണ്ട ഒരെണ്ണം സമയമുണ്ട്. ഓക്കെ ഗൈസ്, ബിന്നി എം ജോൺ സബ് രജിസ്ട്രാർ. ഇവിടെ നിന്നാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. അവിടെ ഡോക്യുമെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അത് കഴിഞ്ഞിട്ട് അവർ നേരെ ഇവിടെ വരും. പക്ഷെ കുറെ സമയം എടുക്കും, അതാണ് പ്രശ്നം. വിളിക്കുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. ഗൈസ് വെയിറ്റിംഗ് പോസ്റ്റിഫൈഡ് ഓഫ് ഇന്ത്യ ഓഫ് ദി കൺട്രി ചെയ്യാനും. ഗൈസ് അങ്ങനെ സൂമി കൊട്ട അർഷി കയറിട്ട് കയറാം പോലെ. ആര് കയറിക്കോള, വിറ്റ്നസ് കയറുക, സിമ്മിങ്ങൾ കയറുക എല്ലാവരും. അങ്ങനെ നമ്മുടെ സൂമിയുടെ ഒഫീഷ്യലായിട്ട് കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ് ഗൈസ്. വാതിൽ പൂട്ടണം. ഷോടാ ഇങ്ങനെ ആ സൈഡിൽ നിന്ന് കിട്ടുമോ നമുക്ക്? യെസ് ഗൈസ്, ഒഫീഷ്യൽ. സോറി. ഫോൺ അവിടെയാണെങ്കിലും മൈക്ക് ഇവിടെയാണ്. കിട്ടുമ്പോൾ പ്രവേശിക്കാം. മൈക്ക് അവിടെ, മൈക്ക് ചെക്ക്. അങ്ങനെ എന്തായി എന്താ അവസ്ഥ? ഫോട്ടോ അടിക്കാൻ പോണുള്ളൂ. പോസ് ചെയ്തോ. ഗൈസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഒഫീഷ്യലി കുറേ നേരം ഒഫീഷ്യലിയും പിടിച്ചോണ്ട് നിൽക്കാൻ ഒന്ന് ഒപ്പിടുവോ? കുറേ നേരമായി ഗൈസ്. ഇത് കയ്യടിക്കാൻ. അയ്യോ ഷെർണികളൊന്ന്. എന്നാലും നമ്മുടെ ഫ്രണ്ട് അല്ലേ, നമ്മളെ ഫസ്റ്റ് ടൈമാണ് ഒരു രജിസ്റ്റർ ഓഫീസിലെ മാരേജ്. എത്രയോ പേരുടെ മാരേജുകളെല്ലാം നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരാള്. അതെ, നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ സുബി. നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വേറൊന്നല്ല, നമ്മൾ ഓ അവര് മാതൃക. അയ്യോ ഒരു പ്രോമിസ് ചെയ്യണം. സുമയ്യ മനാഫിനെ എന്റെ നിയമാനുസൃത ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. പടമുകൾ പനഞ്ചിക്കൽ ഹൗസ് വീട്ടിൽ മനാഫ് PM മകൾ സുമയ്യ മനാഫ് എന്ന ഞാൻ പാലക്കാട് ഓങ്ങല്ലൂർ തുമ്പിൽ ഹൗസ് മുഹമ്മദ് ഷെരീഫ് മകൻ അബൂബക്കർ അർഷിഫ് തുമ്പിൽ എന്ന വ്യക്തിയെ എന്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. ഗൈസ് അങ്ങനെ അവര് ഒഫീഷ്യലി ഒപ്പിടാൻ പോവാണ്. പെണ്ണില്ല, സോറി ചേച്ചി, പേനില്ലാണ്ട് ഒപ്പിടാൻ വന്ന ആൾക്കാരാണ് ഞങ്ങൾ.
അങ്ങനെ യെസ് അങ്ങനെ ഒഫീഷ്യലി പേരൊക്കെ ഇതാ. ബ്രോ തിരിച്ചുപിടിക്കണം. അപ്പൊ സൈൻ ചെയ്ത് പറഞ്ഞ പേര് ചെയ്താണ് ഒപ്പിടാനായില്ല. പ്ലീസ് അതെങ്കിലും എനിക്ക് പറയാൻ പറ്റിയില്ല. നീ വോയിസ് ഓവർ കൊടുക്കാൻ ഞാൻ ഒപ്പിടുന്നത്. ഓക്കെ ബ്രോ എവിടെ? അതിൻ്റെ അകത്ത് കയറി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ ഒപ്പിടുമ്പോൾ എല്ലാവർക്കും കൂടി കൈയടിക്കാൻ പറ്റും. കൈയടിക്കാനും പറ്റിയില്ല, ഒപ്പിട്ടത് അറിഞ്ഞില്ല. അവര് പേര് എഴുതി കഴിഞ്ഞ് അവരൊരു പോക്ക് പോയിന്നേ. ഇനിയിപ്പോൾ അവർ രണ്ടുപേരും മാത്രം അകത്ത് നിർത്തിയിട്ട് എന്തോ വേറെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് സക്സസ്ഫുള്ളി നമ്മുടെ സുമിയുടെ മാരേജ് അവർ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഗൈസ് അവിടെ ഉള്ള ആരും കൈയടിച്ചില്ല, നിങ്ങളെങ്കിലും കൈയടിക്ക്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ചാടി. കാരണം ഇവര് പോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. അപ്പൊ ഇവരവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ പോവാണെന്ന് കണ്ടപ്പോ തന്നെ ഫസ്ന ബാക്കിലിരുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്, പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഫസ്ന, എന്താണ് താങ്കൾക്ക് ഈ നിമിഷം പറയാനുള്ളത്? ഇവരൊക്കെ ഉണ്ടല്ലോ ശീലമില്ലാത്തതാണ്. നമുക്ക് നിങ്ങൾ എന്നെ കാണും അടുത്ത പ്രാവശ്യം റെഡി. അതായത് ഇവർക്ക് കണ്ട് വ്ളോഗിൽ വന്ന് ശീലമില്ല. അപ്പൊ ആ ഒരു പേടിയും ഒരു നാണം ഫസ്റ്റത്തെ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ എന്നെ കുറെ ഫ്രണ്ട്സ് ഇങ്ങനെ ഫസ്റ്റ് ടൈം വരുന്നവരിങ്ങനെ ഇതേപോലെ ഒന്നും മിണ്ടാതൊക്കെ ഇരിക്കും. പിന്നെ അവരോരോ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുമല്ലോ. അപ്പൊ അതുപോലെ. പക്ഷെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുജി ടൈപ്പ് ഫ്രണ്ട്സ് ആണ് ഗൈസ്. അത് എങ്ങനെ ഇപ്പൊ ബുജിയും ഒക്കെ ഉണ്ട്. രസമാണ്, പക്ഷെ ഭയങ്കര രസമാണ്. ഇവര് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയാ ചിരിച്ച് ചാവും. അപ്പൊ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളെല്ലാരും കൂടെ പിന്നെ ഒരുമിച്ച് കൂടിയത്. ഇതിനു മുന്നേ ഇവര് 2 ദിവസം മുന്നെയോ 3 ദിവസം മുന്നേ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിപ്പോ തിരിച്ച് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എനിക്കിങ്ങനെ ഇത്രയും അടിപൊളി ഇതൊക്കെ ഇല്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. എനിക്ക് ഇത്രയും ഫ്രണ്ട്സ്, അതായത് എന്തുണ്ടെങ്കിലും നമ്മൾ വിളിച്ചതിന് ഓടി വരാൻ പറ്റുന്ന ഫ്രണ്ട്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും എനിക്ക് എപ്പോൾ ആക്സസ് വേണമെന്ന് തോന്നിയാൽ, ഫ്രണ്ട്സ് വേണമെന്ന് തോന്നിയാൽ എനിക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര എന്താ പറയാ ബ്ലെസ്ഡ് ആണ്, അതുപോലെ തന്നെ പ്രൗഡാണെന്നൊക്കെ പറയാം. ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് യു ഗൈസ്. യെസ്. അപ്പൊ ഇവരെല്ലാവരും ബൈ എല്ലാവരും മാരീഡ് ആട്ടോ. അത് പിന്നെ എടുത്ത് പറയണമല്ലോ. എനിക്ക് എന്താണെന്നറിയില്ല, ഇവരെല്ലാവരും മാരീഡാണ്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ അതാണ് ആ ഡെഡിക്കേഷനാണ്, ഫ്രണ്ടിനോടുള്ള ഡെഡിക്കേഷൻ. ഞാൻ ഫ്രണ്ട്ഷിപ്പിനോടുള്ള ഡെഡിക്കേഷൻ. യെസ്. അപ്പൊ ഇനി ഞങ്ങള് എന്താ പറയാ സുമീൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ വേറെ സുമിയുണ്ട്. മൊത്തം സുമിമാരായിട്ട് കൺഫ്യൂഷനാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞത് ഞങ്ങളുടെ നിങ്ങൾക്കറിയാലോ, ഐഷുവിനെ അറിയാം. ഐഷു, ഷെറിൻ, ഞാൻ, സുമി, ആതിര, ഞങ്ങൾ ഇത്ര പേര്. ഞങ്ങൾ അതിരമ്പള്ളി ട്രിപ്പ് പോയില്ലേ? യെസ്, ആ ഗ്യാങ്ങിലെ സുമിയുടെ ആയിരുന്നു കല്യാണം. ഇപ്പൊ ഈ സുമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ +2 ഒരുമിച്ചുണ്ടായ സുമി. അപ്പൊ അവള് ദേഷ്യപ്പെട്ടു, അവള് ഫോൺ വെച്ചിട്ട് പോയി. അവളിപ്പോ വേറെ ആവശ്യത്തിന് പോയി. അപ്പൊ ഞങ്ങളോട് നിങ്ങൾ പൊക്കോ. അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവൾ ഇന്ന് ദുബായി പോവാണ് വൈകുന്നേരം. ഇന്ന് വൈകുന്നേരം പോകും. അപ്പൊ അവളും കുറച്ച് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് വരാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഞാൻ എന്താക്കിയത്, മണ്ടത്തരങ്ങൾ കാണിച്ചു. വർഷന്റെ കൈവേദനിക്കണ്ടാവട്ടെ, പെട്ടെന്ന് നമ്മള് അവസാനിപ്പിക്കാം. അപ്പൊ അങ്ങനെ സുമി ഇല്ല. അപ്പൊ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വർഷക്ക് ബിരിയാണിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. ഫാത്തിമക്ക് പിന്നെ എന്തായാലും കഴിച്ചോളാന്നാ പറഞ്ഞേ. അല്ല ഫാത്തിമ? അപ്പൊ എല്ലാരും ഞങ്ങളെല്ലാം ഫസ്റ്റിനേക്കും എന്താണെങ്കിലും മതി. അപ്പൊ ഞങ്ങള് നല്ലൊരു സ്പോട്ട് തപ്പി നടക്കാണ് ഗൈസ്. ആ സ്പോട്ടിലേക്ക് ഇനി പോകണം, ഭക്ഷണം കഴിക്കണം. പിന്നെ എന്താ നമ്മൾ പരിപാടി, 2 മണിയാകുമ്പോൾ ഫസ്റ്റിനേക്ക് പോകണം, ഫാത്തിക്ക് 3 മണിക്ക് പോകണം. പിന്നെ വർഷ കുഴപ്പമില്ല, ഞാൻ പോയാലേ വർഷയ്ക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം വണ്ടി ഞാനാണ് ഓടിക്കുന്നത്. അപ്പൊ അവളുടെ വണ്ടിയാണിത്. അപ്പൊ അങ്ങനെ പോണം. അപ്പൊ ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നു, പിരിയുന്നു.
പിന്നെ ഇവരുണ്ടല്ലോ കുറെ ഫോൺ വന്നിട്ടുണ്ടല്ലോ ഒറ്റ ടൈം. എന്താ പറയാ, സുമി വിളിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്താ നോക്കട്ടെ. ശരി. അങ്ങനെ നമ്മള് നമ്മുടെ സ്വന്തം അരിപ്പ ഓട് കാണാൻ നല്ലത് ഡോറ് അരിപ്പയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഫോട്ടോ വിചാരിച്ചിട്ട് വന്നിരുന്നതാ. ഇവള് പറയാണ് എന്താ, ഞങ്ങളൊരു സെൽഫി എടുത്തു. അപ്പൊ നോർമൽ സെൽഫി എടുത്തപ്പോ ഇവള് പറയാ, എടി നമുക്ക് പ്രോപ്പറായിട്ട് ഫുള്ള് കിട്ടുന്ന ഒരു സെൽഫി വേണം, ഫുള്ള് കിട്ടുന്ന ഒരു ഫോട്ടോ വേണം. ഞാൻ വെച്ചാൽ അതെന്താ, അതിപ്പോ ഈ നമ്മള് നോർമൽ സെൽഫി എടുത്തപ്പോ എല്ലാരും സ്റ്റാറ്റസ് ഇടുമ്പോ എല്ലാരും ചോദിക്കും, അത് നിങ്ങൾ നോർമലി റാൻഡമായിട്ട് സെലിബ്രിറ്റീസിനെ കാണുമ്പോ ജസ്റ്റ് സെൽഫി എടുക്കണം, അതുപോലെ ആയിരിക്കില്ലേ? അപ്പൊ ഡേറി ഫസ്ന ഫുൾ സൈസ് വളരെ കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഞാൻ ആ ആൾക്ക് ഫോണും മൈക്കും കൈമാറി ക്യാമറയുടെ ബാക്കിൽ മാത്രം കാണിച്ചാൽ. ഹായ് ഫാത്തിമ, എന്താ പറഞ്ഞ? മൈക്ക് വേണോ? അല്ല, നീ ഒന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇവിടെ ചിരി മാത്രമേ ഉള്ളൂ, ഒന്നും സംസാരിക്കല്ല. ഫസ്നയുടെ ചിരിയല്ലേ? ഫസ്ന, ഞങ്ങൾ ഇനി ഫുഡ് വരണം. ഫുഡ് ഇത് മറ്റേ പടത്തിലെ സെലികുമാർ തന്നെ ഉണ്ടോ? ഇത് നോക്കിക്കേ, മറ്റേ പടത്തിൽ ഇങ്ങനെ ഹാപ്പി ഹസ്ബൻഡ്സിൽ ഇങ്ങനെ യെസ് അതെ. അപ്പോൾ ഗൈസ് അങ്ങനെ വാ, നീങ്ങിരി സംസാരിക്കട്ടെ. അപ്പൊ നമ്മള് അത് നല്ലൊരു തീരുമാനമാണ്. നിങ്ങളാ ചിക്കൻ ബിരിയാണി ഭയങ്കര മ്യൂസിക്. താങ്ക് യു ചേട്ടന്മാരുടെ മ്യൂസിക്. അപ്പോൾ നമ്മള് ചിക്കൻ ബിരിയാണിയും പിന്നെ എന്തൊക്കെയോ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാരും വരില്ല, കുറച്ചുകൂടി പാക്ക് അറിയണം. ഓക്കെ ചലഞ്ചിന്റെ കാര്യം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ഉണ്ട്. മ്യൂസിക് ഇതിപ്പോൾ ഇനിയിപ്പോൾ വരുമോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ മൈക്ക് ഉണ്ട്, പക്ഷേ മ്യൂസിക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി, റാവുത്തർ ചിക്കൻ ബിരിയാണി, നോർമൽ ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചിക്കൻ 65 ഇതൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. സമയം എത്രയായി? എല്ലാരും ആകെപ്പാട് വർക്ക് ചെയ്യണ ഒരു വാച്ച്. ഞങ്ങളുടെ വർഷയുടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പോയി വർഷമായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ലീഡർ ഇല്ലേ? ഫസ്റ്റ് +1 വർഷ ക്ലാസ് ലീഡർ ആയിരുന്നു. +2 ഞാൻ ക്ലാസ് ലീഡർ ആയി. അതായത് ഇവള് പഠിക്കുന്ന കൂട്ടത്തില് ക്ലാസ് ലീഡർ. ടീച്ചേഴ്സ് ഫസ്റ്റ് വരുമ്പോൾ പഠിക്കുന്ന കുട്ടി ആരാണ് അവരെ നോക്കി ക്ലാസ് ലീഡർ ആക്കില്ലേ, അതാണ് വർഷ. സെക്കൻഡ്, അതായത് +2 ആയപ്പോൾ എന്നെ ക്ലാസ് ലീഡർ ആക്കി. എന്തുകൊണ്ട്? ഏറ്റവും അലമ്പായിട്ടുള്ള കുട്ടികളെ പിടിച്ച് ക്ലാസ് ലീഡർ ആക്കുമ്പോൾ സംസാരത്തിനും അലമ്പൊപ്പിക്കുന്നതിലും പിടിച്ചിട്ട് ക്ലാസ് ലീഡർ ആക്കും. അപ്പോൾ എന്താ സംഭവിക്കണം? അപ്പോൾ അവർ കൺട്രോൾ ചെയ്യുമ്പോൾ വേറെ ആരും സംസാരിക്കില്ലല്ലോ. ഞങ്ങളുടെ മിസ്സിന് ബുദ്ധിയുണ്ട്. അങ്ങനെ സെക്കൻഡ് ഇയറിൽ ഞാൻ ക്ലാസ് ടീച്ചർ ആയി ഗൈസ്. അല്ലേ, ക്ലാസ് ലീഡർ ആയി ഗൈസ്. വൈദവ ഒരു ടീച്ചറാണ് ഈ പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ അലമ്പത്തരം എല്ലാം കഴിഞ്ഞിട്ടുള്ള പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ പിള്ളേർ കോപ്പി അടിക്കുമ്പോൾ പറയുന്നത്, മോനെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ വന്നത്. എട് നിങ്ങളുടെ അടുത്ത് വെച്ച സാധനങ്ങളൊക്കെ എടുന്ന് പറയും. അങ്ങനെ പിന്നെന്താ, ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എനിക്ക് മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശരി ഗൈസ്, എനിക്ക് ഫുഡ് വന്നിട്ട് കാണാം. കേട്ടില്ല, ഒന്നുകൂടി പറയോ? ക്യാമറ ഓൺ ചെയ്യുമ്പോൾ പറയില്ല. അവളിപ്പോൾ പറഞ്ഞത് മറ്റേ വിശന്നിരിക്കുന്ന ആൾക്കാർ ബഷീർ ഫുഡ് കൊണ്ടാ നിങ്ങളുടെ വെച്ച് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം പറഞ്ഞ സീൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഗൈസ്. കഴിക്കല്ലേ നമ്മൾ? സ്റ്റാർട്ട് ചെയ്തോ, എടുത്തോ, അങ്ങനെ തുടങ്ങുക. അങ്ങനെയൊന്നുമില്ല, ഒന്നും വേണമല്ലോ ട്രൈ ചെയ്യാം. നല്ല വിശക്കുണ്ട് ഗൈസ്. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. അതായത് ഫസ്റ്റിനേക്ക് തിരിച്ചു പോകാനുള്ള സമയമായതുകൊണ്ടും പിന്നെ എന്താ എല്ലാവർക്കും വീടുകളിൽ എത്തേണ്ടത് കൊണ്ടും ഞങ്ങളുടെ ഇന്നത്തെ അല്ലേ ഈ ഒരു യാത്ര. പക്ഷെ ഇതായിരുന്നില്ല ഞങ്ങൾ പ്ലാൻ ചെയ്തതും ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ ഓൾമോസ്റ്റ്. പക്ഷെ നമ്മൾ ടൈം കുറേ അധികം സ്പെൻഡ് ചെയ്തു, ഒരുമിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ എപ്പോഴാണ് കാണാം? ഞാൻ ഈ ദുബായിക്ക് പോകും. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ഇവരെ കൊണ്ട് കറങ്ങാൻ പോയിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഇവരോട് താൽക്കാലികമായി ഇവിടെ പറയുകയാണ്. അതിനുശേഷം വൈകുന്നേരം ഇനി സുമിയുടെ
കല്യാണം കഴിഞ്ഞ അടുത്തേക്ക് പോകുന്നുണ്ടോയെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇവരൊക്കെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ബൈ.